Hi, I am Durga. We have taken the chapter product and then we are continuing the topic branding. Meaning and definition of branding. Each firm wants to identify its product and distinguish them from other competitors in the market. Affirm it by means of branding. So branding means that is when a new child is born, we are putting the name to that child. For what purpose we are putting the name? To identify the child from others. So just like that, when a new product is introduced in the market, we have to identify that product or distinguish that product from the product in the market. And for that we are putting the name, for that we are putting the branding. അതിൻ്റെ അർത്ഥം ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ മറ്റേ പ്രോഡക്റ്റുകൾക്ക് വ്യത്യസ്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന ഒരു പേരാണ് ബ്രാൻഡിംഗ് എന്ന് പറയുക. Branding simply means naming a product for its identification and distinction. It means giving a name to the product by which it should become known and familiar among the public. അതിൻ്റെ അർത്ഥം ബ്രാൻഡിങ് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് ഐഡൻറ്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോഡക്റ്റിന് ഒരു പേരിടുക. ആ പേരിലായിരിക്കും പിന്നെ പബ്ലിക്കിൻ്റെ ഇല്ല അത് ഫെമിലർ ആയി തീരുക. In other words, it is the practice of giving specific name or mark to a group of product of one seller. വേറെ വിധത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിന് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പേരോ മാർക്കോ മറ്റേ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റിന് സെല്ലർക്ക് അറിയാൻ വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ ബ്രാൻഡിങ് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അതിന് മറ്റൊരു പ്രോഡക്റ്റിനായിട്ട് വ്യത്യസ്തമായി അറിയാൻ വേണ്ടി ഇടുന്ന പേരോ മാർക്കോ ആണ്. അത് നമുക്ക് ബ്രാൻഡിംഗ് എന്ന് പറയാം. Picton and Broderick 2001 described branding as a strategy to differentiate product and companies and to build economic value for both the consumer and the brand owners. പിക്ടനും ബോർഡിക്കും ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഒരു സ്ട്രാറ്റജിയാണ്. ഡിഫറൻഷിയേറ്റ് ദ പ്രോഡക്റ്റ് ആൻഡ് കമ്പനിയും പ്രോഡക്റ്റിനും അതുപോലെ എക്കണോമിക് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ മറ്റുള്ളതെന്ന് വ്യത്യസ്തമായി കാണിക്കാനുള്ളതാണ് ബ്രാൻഡിംഗ് എന്നാണ് പിക്ടനും ബോർഡ്രിക്കും ഡിഫൈൻ ചെയ്യുന്നത്. Brand lives in the mind of the consumer. Toyota cars are known for their quality worldwide. This is the trust the consumer have on its brand. അതായത് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ കൺസ്യൂമറുടെ മനസ്സിൽ അത് എന്നുണ്ടാവും. എക്സാമ്പിൾ ടയോട്ട കാർ അതിൻ്റെ ക്വാളിറ്റിയാണ് വേൾഡ് വൈഡിൽ അംഗീകരിച്ചു വരുന്നത്. Thus, a brand is living memory of the product. It brings consumer and market closer. അപ്പോൾ ബ്രാൻഡ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമാണ് ആ പ്രോഡക്റ്റിൽ നമ്മുടെ മനസ്സിൽ എന്നും മെമ്മറി ആയിട്ടുണ്ടാവും. അത് കൺസ്യൂമേഴ്സിനെയും മാർക്കറ്റിനെയും അടുപ്പിക്കാനുള്ള ഒരു തന്ത്രം കൂടി ആണ്. Al Rice remarked, what is a brand? A singular idea or concept that you own inside the mind of the prospect. ഒരു പ്രോസ്പെക്റ്റിന്റെ ഉള്ളിൽ നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടാവുക. സം വെൽ നോൺ ബ്രാൻഡ്സ് ആ കൊക്കക്കോള, കോൾഗേറ്റ്, LG, സാംസങ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വെൽ നോൺ ബ്രാൻഡ്സ്. ഇതല്ലാതെ നമുക്ക് കുറെ ബ്രാൻഡ് നെയിമുകൾ നമുക്ക് അറിയാവുന്നതാണ്. Terms used in branding. Following are the important terms used in brand policy. 1. Brand. Second one, trademark. 1. Brand. Brand is name, term, symbol, mark or design or combination of them which is intended to identify goods or service of one seller or a group of seller and to differentiate from those competitors. അപ്പോൾ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പേരാവാം, ടേം ആവാം, സിമ്പിൾ ആവാം, ഡിസൈൻ ആവാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഇതെല്ലാം കൂടി ആവാം. അതാണ് ഒരു ഗുഡ്സോ സർവീസോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് മറ്റുള്ള പ്രോഡക്റ്റ് വ്യത്യസ്തമായിരിക്കും. എക്സാമ്പിൾ എവറഡി ബാറ്ററിയാണ്. ബ്രാൻഡ് ഈസ് സം ടോട്ടൽ ഓഫ് ഇംപ്രഷൻ ദാറ്റ് റിസൈഡ് ഇൻ കൺസ്യൂമർ മൈൻഡ്. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ കൺസ്യൂമറുടെ മനസ്സിൽ അതിനെ ഒരു നല്ലതായിട്ടുള്ള ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Brand can be mathematically expressed as follows. Brand is equal to quality plus image plus price or product plus personality. അപ്പോൾ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ആവാം, ഇമേജ് ആവാം, പ്രൈസ് ആവാം, അതല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്ലസ് പേഴ്സണാലിറ്റി ആവാം. Brand name. Brand name is that part of brand that can be spoken including letters, words and numbers. ബ്രാൻഡ് നെയിം പറയുമ്പോൾ നമ്മൾ അതിനെ
ലെറ്റർ കൊണ്ടോ വേർഡ്സ് കൊണ്ടോ നമ്പർ കൊണ്ടോ ഒക്കെ നമ്മളത് സിഗ്നിഫൈ ചെയ്യണം. എക്സാമ്പിൾ HMT 501 soap, Usha fan, etc. This is the combination of the word used to identify the product and differentiating from other rival products. നമ്മൾ മറ്റുള്ള പ്രോഡക്റ്റിന് വ്യത്യസ്തമാക്കാൻ വേണ്ടി ചില വേർഡ്സോ ഫിഗേഴ്സോ ഇതൊക്കെ യൂസ് ചെയ്യാം. ബ്രാൻഡ് മാർക്ക്. It is a part of the brand which appears in the form of symbols or design. It could be recognized only by sight but cannot be spoken. Example, symbol of Maharaja of Air India. അതായത് ഇത് ബ്രാൻഡ് മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചില മാർക്കുകൾ ഇടുക, മറ്റുള്ള പ്രോഡക്റ്റിന് വ്യത്യസ്തമാകാൻ വേണ്ടി സിമ്പിളോ ഡിസൈനോ ഉപയോഗിക്കാം. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ എയർ ഇന്ത്യയുടെ സിമ്പിളായ മഹാരാജ. Second one, trademark. Trademark is a legal term. When a brand name or a brand mark is registered and legalized, it becomes trademark. Thus, registered brands are trademark. Trademark പറയുമ്പോൾ നിയമപരമായിട്ടുള്ള ഒരു വാക്കാണ്. അതിൻ്റെ അർത്ഥം ഒരു ബ്രാൻഡ് നെയിമോ ഒരു ബ്രാൻഡ് മാർക്കോ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്താൽ അത് നമ്മൾ പറയുന്ന വേർഡാണ് ട്രേഡ്മാർക്ക്. ഇൻ ദ സെൻസ് ഓൾ ട്രേഡ്മാർക്സ് ആർ ബ്രാൻഡ് ബട്ട് ഓൾ ബ്രാൻഡ്സ് ആർ നോട്ട് ട്രേഡ്മാർക്ക്. സാധാരണ ഇത് പറയുകയാണെങ്കിൽ ട്രേഡ്മാർക്കുകൾ എല്ലാത്തിലും ബ്രാൻഡ് ഉണ്ട്, പക്ഷേ എല്ലാ ബ്രാൻഡും ട്രേഡ്മാർക്ക് അല്ല. ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക്, ട്രേഡ്മാർക്ക് ആൻഡ് കോപ്പി റൈറ്റ് are collectively known as the language of branding. അപ്പോൾ ബ്രാൻഡിങ്ങിൽ വരുന്ന ഒരു മൊത്തത്തിൽ കളക്റ്റീവ് പറയുകയാണെങ്കിൽ ബ്രാൻഡ് വരുന്നുണ്ട്, ബ്രാൻഡ് നെയിം ഉണ്ട്, ബ്രാൻഡ് മാർക്ക് ഉണ്ട്, ട്രേഡ് മാർക്ക്. ഇതിനെല്ലാം കൂടി നമ്മൾ മൊത്തത്തിൽ ഒരു ലാംഗ്വേജിൽ ഒരു വേർഡ് പറയുകയാണെങ്കിൽ ബ്രാൻഡിങ്. Difference between brand and trademark. Brand. First one, name, symbol, design or combination of these three. ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നെയിം ആവാം, സിമ്പിൾ ആവാം, ഡിസൈൻ, ഇതിൻ്റെ എല്ലാം കൂടിയാണ് ബ്രാൻഡ്. ട്രേഡ് മാർക്ക് പറയുമ്പോൾ ആ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തിരിക്കണം. സെക്കൻഡ് വൺ, ക്യാൻ ബി കോപ്പീഡ്. ബ്രാൻഡ് കോപ്പി ചെയ്യാം, കനോട്ട് ബി കോപ്പീഡ്. ട്രേഡ് മാർക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ. നാലാമത്തെ വൈഡ് സ്കോപ്പാണ്. നാലാമത്തെ ഓൾ ബ്രാൻഡ്സ് ആർ നോട്ട് ട്രേഡ് മാർക്ക്. എല്ലാ ബ്രാൻഡും ട്രേഡ് മാർക്ക് അല്ല. ഓൾ ട്രേഡ് മാർക്സ് ആ ബ്രാൻഡ്സും ആണ്. ഫിഫ്ത്ത് വൺ, ജനറലി എ സിമ്പിൾ ഓഫ് ദി ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. മറ്റേല് ജനറലി സിമ്പിൾ ഓഫ് ഹിസ് കമ്പനി. ഒന്ന് ക്വാളിറ്റി പ്രോഡക്റ്റിന് സിമ്പിൾ ആണെങ്കിൽ ഒന്ന് കമ്പനിയുടെ സിമ്പിൾ ആണ്. എലിമെന്റ്സ് ഓഫ് എ ബ്രാൻഡ്. 1. Name. This is a part of brand which can be vocalized. It represents word or words used to identify the company, product, service, etc. Example, Sindol, Complaint, Oppo, phone, etc. അപ്പോൾ നെയിം പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡിൽ നമുക്ക് പേരുണ്ടാവും. ആ പേരിലാണ് നമ്മളത് കമ്പനി ആ പ്രോഡക്റ്റ് അറിയുക. അതിൻ്റെ എക്സാമ്പിളാണ് സിന്തോൾ, കംപ്ലൈൻറ്റ്, ഒപ്പോ ഫോൺ, എക്സെട്ര. സെക്കൻഡ് വൺ, ലോഗോ. ദിസ് ഈസ് ദ വിഷ്വലൈസ്ഡ് ട്രേഡ് മാർക്ക് ദാറ്റ് ഐഡൻറ്റിഫൈ ദ ബ്രാൻഡ്. ഇറ്റ് കനോട്ട് ബി വോക്കലൈസ്ഡ് ഓർ അട്ടേർഡ്. ബ്രാൻഡ് നെയിം ടെൽസ് ദ കസ്റ്റമർ വെർബലി, ലോഗോസ് ടെൽ ദം വിഷ്വലി. അതായത് ലോഗോ പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിന് ആ കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും നമ്മൾ അത് ക്ലിയർ ആയിട്ട് വിഷ്വലൈസ് ചെയ്യണം, അത് ക്ലിയർ ആയിട്ട് നമ്മൾ കാണിക്കുകയാണ്. എക്സാമ്പിൾ, മാക്ഡൊണാൾഡ്സ്, ഗോൾഡൻ ആർച്ചസ്, നിക്കോ ഷൂസ്, എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമത്തെ ടാഗ് ലൈൻ. ദിസ് ഇസ് ദ കാച്ച് പ്രൈസ് അസോസിയേറ്റഡ് വിത്ത് എ പ്രോഡക്റ്റ് ഓർ എ കമ്പനി. സം എക്സാമ്പിൾസ് ആർ വാഷിംഗ് പൗഡർ, നിർമ്മ, എക്സെട്ര. ടാഗ് ലൈൻ പറയുമ്പോൾ നമ്മൾ നല്ലതായിട്ട് ഒരു അപ്രിഷ്യേറ്റ് ചെയ്യണ ഒരു ഫ്രേസസ് അല്ലെങ്കിൽ ലൈനോ ഉപയോഗിക്കുക. അതിലാണ് നമ്മൾ വാഷിംഗ് പൗഡർ നിർമ്മ അല്ലെങ്കിൽ നമ്മൾ ഫെഡറൽ ബാങ്കിലെ പെർഫെക്റ്റ് ലിവിംഗ് പാർട്ട്ണർ എന്നൊക്കെ കാണാറുണ്ട്. അതാണ് ടാഗ് ലൈൻ. നാലാമത്തെ ഷേപ്പ്. ദ ഡിസ്റ്റിങ്ക്റ്റീവ് ഷാമ്പ് ഓഫ് കൊക്കോകോള ബോട്ടിൽ ഓർ വോക്സ് വാഗൺ ബീറ്റിൽ, ദ ഗോൾഡൻ ആർച്ചസ് ഓഫ് മാക്ഡൊണാൾഡ്സ് ആർ ദ ട്രേഡ് മാർക്ക് എലിമെന്റ്സ് ഓഫ് ദിസ് ബ്രാൻഡ്. ചിലതിന് ഷേപ്പുകളുണ്ടാവും. ആ ഷേപ്പിലാണ് ആ പ്രോഡക്റ്റ് നമ്മൾ അറിയപ്പെടുന്നത്. 5. Brand faces. Some faces are denoted for the product and we are familiar with that faces. For example, Asian Paints, that is a boy standing with a brush, that is Gattu. In the case of Air India, Maharaja. Virgin Mobiles, Pebble Heads are become the face of Indian brands. 6th one, graphics. The dynamic ribbon is also used as trademark, the part of Coca-Cola brand. 6th one, color. Color is a crucial element of brand identity. PepsiCo use red and blue as the color to identify its product. 8th one, sound. The use of sound is branding will only increase in popularity given that the sound is extremely relevant in digital marketing. Unique tune or set of notes can be denoted in the brand.
Thus, in the case of digital marketing, some extreme notes or tunes are set to denote that product. Ninth one, movement. Lamborghini has trademarked the upward motion of the car door. Car doors upward movement, upward motion ulla idundu. 10th one, smell. Scents such as rose jasmine mask of channel number 5 is trademarked. So that is certain scents are used with certain flowers scents. Taste. KFC has a trademark in its special recipe of 11 herbals and spices for fried chicken. That is the case of KFC. They are giving the importance in the case of special recipe and also herbal spices used for fried chicken. So we have mentioned the elements of brand. From this picture, you can know and understand what is the different things for different product. In the case of brand name, logo, tagline, shape, brand faces, etc. From this picture, you can understand the elements of this brand. Essential or characteristics of good brand. In selecting brand name or designing, the following points may be considered. നമ്മൾ ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുമ്പോഴോ ഡിസൈൻ ചെയ്യുമ്പോഴോ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ദ വേർഡ് സെലക്ടഡ് ഫോർ ബ്രാൻഡിങ് മസ്റ്റ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു പ്രൊണൗൺസ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന വേർഡുകൾ നമ്മൾ സിമ്പിൾ ആയിരിക്കണം, അത് പ്രൊണൗൺസ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. എക്സാമ്പിൾ റിയൽ, എക്സ്, HMT, എക്സെട്ര. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് മെമ്മറബിൾ. അത് സിമ്പിൾ ആയിരിക്കണം, നമുക്കത് എന്നും ഓർമ്മയിൽ നിലനിൽക്കും വേണം. എക്സാമ്പിൾ BPL, ടാറ്റ, എക്സെട്ര. തേർഡ് വൺ, ഇറ്റ് മസ്റ്റ് ബി അട്രാക്റ്റീവ് ടു ഐസ് ആൻഡ് പ്ലീസിംഗ് ടു ഇയേഴ്സ്. അത് കാണാനും കേൾക്കാനും സുന്ദരമായിരിക്കണം അവിടെ. ഫോർത്ത് വൺ, ദ ട്രേഡ് നെയിം മസ്റ്റ് പ്രൊവൈഡ് നെസസറി സജഷൻ അബൌട്ട് ദ പ്രോഡക്ട്സ് ബെനിഫിറ്റ്. എക്സാമ്പിൾ ബോൺവിറ്റ, നെസ്കേഫ്, എക്സെട്ര. ദ ട്രേഡ് നെയിമിൽ നമുക്ക് ചില സജഷൻസ് ഒക്കെ ആ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടായിരിക്കണം. അതിന്റെ എക്സാമ്പിളാണ് ബോൺവിറ്റ, നെസ്കേഫ്, എക്സെട്ര. ഫിഫ്ത്ത് വൺ, the name should be appropriate and suitable to a product. For example, Sony means sound. ആ നെയിം ആ പ്രോഡക്റ്റിന് സൂട്ടബിൾ ആയിരിക്കണം. അതിന്റെ എക്സാമ്പിൾ ആണ് സോണി പറഞ്ഞ സൗണ്ട് എന്നർത്ഥം. It should suggest some product quality, Vicks VapoRub, Lipton, Green Label Tea, etc. അതിന് നല്ല പ്രോഡക്റ്റിന് അപ്പോൾ ക്വാളിറ്റി എല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. It should be illustrative and clearly distinctive from other brands. മറ്റുള്ള പ്രോഡക്റ്റിന് അതിന് വ്യത്യസ്തമായിട്ട് ഉണ്ടായിരിക്കണം. It should not be outdated. അത് ഔട്ട്ഡേറ്റഡ് ആവാനും പാടില്ല. Advantages or importance or functions of branding. A. Advantages to manufacturers. B. Advantages of consumer. C. Advantages to distributor. I will give simple explanation for that. Advantages of manufacturers. How it is benefit to the manufacturers. അതായത് ബ്രാൻഡിങ് കൊണ്ട് മാനുഫാക്ചേഴ്സിനുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, it helps in advertising and display program. It can be advertised easily. അത് നമ്മൾ മാനുഫാക്ചേഴ്സിന് ആ പ്രോഡക്റ്റ് നല്ല രീതിയിൽ അഡ്വർടൈസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ, ഇറ്റ് ഹെൽപ്പ് ടു കൺട്രോൾ ദ മാർക്കറ്റ്. നമുക്ക് മാർക്കറ്റ് വേണ്ട പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ, ഇറ്റ് ഇംപ്രൂവ് ദ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എഫേർട്ട്. മറ്റേ പ്രോഡക്റ്റ് വ്യത്യസ്തമായിട്ട് നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാലാമത്തെ, ഇറ്റ് ക്രിയേറ്റ് ഗുഡ് വിൽ ഓഫ് ദി പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന്റെ ഗുഡ് റെപ്യൂട്ടേഷൻ ഏൺ ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തെ, ഇറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി. പ്രൈസ് സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യണം. ആറാമത്തെ, ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് മാർക്കറ്റ് എക്സ്പെൻസ്. മാർക്കറ്റ് എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. വൻ രീതിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് എക്സ്പെൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ എക്സ്പെൻഷൻ ഓഫ് പ്രോഡക്റ്റ് മിക്സ്. പ്രോഡക്റ്റ് മിക്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോഡക്റ്റ്. പുതിയ പ്രോഡക്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ അത് ക്രിയേറ്റ് ലോയൽറ്റി. ആൻഡ് ബി, അഡ്വാൻസ് ടു കൺസ്യൂമർ. ബ്രാൻഡിങ് കൊണ്ട് കൺസ്യൂമേഴ്സിനുള്ള ഗുണങ്ങൾ എന്തെല്ലാം? ഫസ്റ്റ് വൺ, ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആർ ബിലീവ് ടു ഡെലിവർ ബെറ്റർ ക്വാളിറ്റി. അത് കൺസ്യൂമറെ മനസ്സിൽ ബ്രാൻഡ് ചെയ്ത പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ്. രണ്ടാമത്തെ, ഇറ്റ് ക്യാൻ ഈസി വേ ടു ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ്. കൺസ്യൂമേഴ്സിനെ പ്രോഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ, ബ്രാൻഡഡ് ഗുഡ്സ് ആർ യൂഷ്വലി സോൾഡ് ഇൻ സീൽഡ് പാക്കേജസ്. അത് ഒരു സാധാരണ ബ്രാൻഡ് ചെയ്ത പ്രോഡക്റ്റ് സീൽ ചെയ്ത പാക്കറ്റിലായിരിക്കും. അത് നമുക്ക് പ്രൊട്ടക്ഷനും ഹീറ്റ്, മോയ്സ്ചർ, ഡസ്റ്റ് എന്നൊക്കെ കിട്ടുന്നുണ്ട്. നാലാമത്തെ, കൺസ്യൂമർ ക്യാൻ ഗെറ്റ് പ്രോഡക്റ്റ് ഓർ യൂണിഫോം സ്റ്റാൻഡേർഡ് ആൻഡ് ഡിസൈൻ. കൺസ്യൂമർക്ക് യൂണിഫോം ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും. അഞ്ച്, ഇറ്റ് മേക്ക് ഷോപ്പിംഗ് ഈസി. നമുക്ക് ഷോപ്പിംഗ് എളുപ്പമായിരിക്കും. ആറാമത്തെ, ഫിക്സഡ് പ്രൈസ് ടു ദ കൺസ്യൂമർ. കൺസ്യൂമേഴ്സിന് അതിൻ്റെ പ്രൈസ് അഷ്വർ ചെയ്യാൻ പറ്റും. അടുത്തത് സി ആണ്. എങ്ങനെയാണ് അഡ്വാൻസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്? ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് റെഡ്യൂസ് സെല്ലിംഗ് എഫേർട്സ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സെയിൽസിന് റിസ്ക് കുറയ്ക്കാൻ പറ്റും.
അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്റ്റെബിലിറ്റി ഇൻ പ്രൈസ്, ബ്രാൻഡഡ് പ്രോഡക്റ്റിന് പ്രൈസ് സ്റ്റെബിലിറ്റി ആക്കാൻ പറ്റും. കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇറ്റ് ഹെൽപ്പ് ടു ഫൈൻഡ് ക്വിക്ക് മൂവിങ് ആ പ്രോഡക്റ്റ് ഈസിലി. നമുക്ക് പ്രോഡക്റ്റിൽ പെട്ടെന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പാക്കേജിംഗ്. Packaging is one of the elements of marketing mix. The importance of packaging has increased these days because of severe competition in the market and rise in the standard of living of the people. പാക്കേജിംഗ് പറയുമ്പോൾ മാർക്കറ്റിംഗ് മിക്സിൽ പ്രധാനപ്പെട്ടാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടി വന്നിട്ടുണ്ട്. കാരണം കോമ്പറ്റീഷൻ ഉണ്ട്, പിന്നെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. Definition of packaging. Package relates to the look or physical appearance of a product when it is presented or sold to the customers. Packaging refers to the activity of wrapping or enclosing the product in a container like bottle, tin, jar, bag, etc. to facilitate transportation, storage, sales or consumption. പാക്കേജിംഗ് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടാവും, ഒരു ലുക്കിന് വേണ്ടി ഫിസിക്കൽ അപ്പിയറൻസ് ഉണ്ടാവാം. അത് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് എന്താ ഒരു കവർ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് കണ്ടെയ്നർ ആവാം, ബോട്ടിലാവാം, ജാറാവാം. നമുക്ക് ട്രാൻസ്പോർട്ടേഷനും സ്റ്റോർ ചെയ്യാനും വിൽപ്പനയ്ക്കും വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് അതിന് നമ്മൾ കവർ ചെയ്യുക അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ സൗകര്യത്തിൽ ഉണ്ടാക്കുന്നതാണ് പാക്കേജിംഗ്. It is the art, science and technology of preparing goods for transport, and it is an artum science ആണ്. കാരണം it must be convenient ആയിരിക്കണം, അത് വലിയ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ചെയ്തിരിക്കണം. In consumer goods, packing is described as a silent salesman. കൺസ്യൂമർ ഗുഡ്സിലെ പാക്കിങ്ങിനെ സൈലന്റ് ആയി സെയിൽസ്മാൻ പറയും. കാരണം പാക്കിംഗ് നോക്കിയാൽ നമുക്ക് ആ പ്രോഡക്റ്റിനെ പറ്റി എല്ലാം കിട്ടും. Difference between packing and packaging. Generally, people think packing and packaging are one and the same. പാക്കിങ്ങും പാക്കേജിങ്ങും രണ്ടും വ്യത്യസ്തമാണ്. There is little difference between these two. Packing is the sub-function of packaging. പാക്കേജിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നതാണ് പാക്കിംഗ്. Packing means putting article into small packets or boxes or bottles for sale to ultimate consumer for transport. പാക്കിംഗ് പറയുമ്പോൾ നമ്മൾ ചെറിയ പാക്കറ്റ് ആയിട്ടോ ബോക്സസ് ആയിട്ടോ അവസാനം കൺസ്യൂമർക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. Thus, packing is undertaken by wholesaler and retailer. Packaging, on the other hand, is undertaken by the manufacturers. Packing പറയുമ്പോൾ ഹോൾസെയിലറും റീറ്റെയിലറും അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പാക്കേജിംഗ് പറയുമ്പോൾ മാനുഫാക്ചേഴ്സ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. പാക്കിംഗ് ഈസ് മോർ കൺസേൺ വിത്ത് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റി, while package is more concerned with the transportation. Packing പറയുമ്പോൾ it is a protection to the product. Packaging means it is a protection to the product. Packing means it is a convenient for transportation. Role or function or object of packaging, that is need also. First one, protection. It protects the content of product until it is consumed. It protects from adverse effect of weather, temperature, break rate, leakage. അതായത് പാക്കേജിംഗ് പറയുമ്പോൾ നമുക്ക് അതിനൊരു സംരക്ഷണമാണ് കിട്ടുന്നത്. അത് പൊട്ടാതിരിക്കാനും കാലാവസ്ഥയ്ക്കും ടെമ്പറേച്ചറിനൊക്കെ സംരക്ഷണം കിട്ടണം. രണ്ടാമത്തെ കൺവീനിയൻസ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഈസി ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, യൂസേജ് ആൻഡ് ഡിസ്പ്ലേ. നമുക്ക് സൗകര്യമാണ് പാക്കേജിംഗ് ചെയ്തിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനൊക്കെ സൗകര്യം. തേർഡ് വൺ, പ്രൊമോഷൻ. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് അഡ്വർടൈസിംഗ് ഓഫ് പ്രോഡക്റ്റ്. അതായത് സെയിൽസ് പ്രൊമോഷന് വേണ്ടിയുള്ള ഒരു അഡ്വർടൈസ്മെന്റ് മീഡിയം കൂടിയാണ് പാക്കേജിംഗ് പറയുമ്പോൾ. നാലാമത്തെ, ഐഡന്റിഫിക്കേഷൻ. A package gives the product an individuality. It differentiates the product from competing brands. അതൊരു ഐഡന്റിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. കോമ്പീറ്റിംഗ് ബ്രാൻഡിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് അതിനൊരു ഐഡന്റിറ്റിയും കിട്ടുന്നുണ്ട്. Branding. It facilitates branding of product as the name of the brand or design can be printed on the package. As already mentioned, branding. In the package, the brand name is given so we can know what is the product. Sixth one, information. It establishes a meaningful communication with the consumer. Packages can convey important message regarding the quality, usage, etc. of the product. Package is a part of product credibility. That means in the case of packaging, it is giving information or communicating about the product, its quality, usage, content, everything is explained to it. So it is a credibility to the product also. Requisites of good package. A good package should possess the following features. First one,
A package should suit the product. അതിൻ്റെ അർത്ഥം പ്രോഡക്റ്റിന് അനുയോജ്യമായ രീതിയിൽ പാക്കേജിംഗ് ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ഇറ്റ് മസ്റ്റ് പ്രൊട്ടക്ട് ദ കണ്ടന്റ്. അതിൻ്റെ ഉള്ളിലെ പാക്കേജിൻ്റെ ഉള്ള കണ്ടന്റിനെ അത് സംരക്ഷിക്കണം. തേർഡ് വൺ, ഇറ്റ് മസ്റ്റ് മീറ്റ് ദ റിക്വയർമെന്റ് ഓഫ് ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഓഫ് കൺസ്യൂമർ ഹു ഹാവ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇൻകം. അതായത് പല വ്യത്യസ്തമായ വരുമാനമുള്ള ആൾക്കാർക്ക് വ്യത്യസ്തമായ സെഗ്മെന്റ്സ് ഉള്ള കൺസ്യൂമേഴ്സ് ഉണ്ടാവും. അവരുടെ ആവശ്യങ്ങളും കൂടി ആ പാക്കേജിൽ മീറ്റ് ചെയ്തിരിക്കണം. ഫോർത്ത് വൺ, ഇറ്റ് മസ്റ്റ് ബി അട്രാക്റ്റീവ് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി ഡ്യൂറബിൾ ആയിരിക്കണം. ഇറ്റ്സ് കോസ്റ്റ് ഷുഡ് ബി ഡ്യൂറബിൾ. അതിൻ്റെ കോസ്റ്റും ഡ്യൂറബിൾ ആയിരിക്കണം. Advantages of packaging. First one, advantage to marketers, advantage to middleman, advantage to consumer. So what is the benefit of packing to the marketers? അതായത് പാക്കേജിംഗ് കൊണ്ട് മാർക്കറ്റേഴ്സിനുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊട്ടക്ട് ദ പ്രോഡക്റ്റ് ഫ്രം ബീങ് ഡാമേജ് ഓർ സ്പോയിൽ. ഒരു പ്രോഡക്റ്റ് ഡാമേജ് ആവാതെ സ്പോയിൽ ആവാതെ പ്രൊട്ടക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ, പ്രൊമോട്ട് ദി പ്രോഡക്റ്റിന് സെയിൽസ് പ്രൊമോഷൻ ഇൻക്രീസ് ചെയ്യണം. മൂന്നാമത്തെ, ഫെസിലിറ്റേറ്റ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനും സൗകര്യപ്രദമാക്കണം. ഹെൽപ്സ് ഇൻ ബ്രാൻഡിങ് ഇൻക്രീസ് ചെയ്യണം, ബ്രാൻഡിങ്ങിന് സഹായിക്കണം. എൻഹാൻസ് ഗുഡ് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കണു. ആൻഡ് ഇറ്റ് ഈസ് ആക്ട് ആസ് എ സൈലന്റ് സെയിൽസ്മാൻ ഓൾസോ. ഇനി അഡ്വാൻറ്റേജ് ടു മിഡിൽ മാൻ എന്തെല്ലാം ഗുണങ്ങളുണ്ട് പാക്കേജിംഗ് കൊണ്ട്? ഫസ്റ്റ് വൺ, ഫെസിലിറ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ, സെയിം തിങ്, ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജും സഹായിക്കണം. സെക്കൻഡ് വൺ, ഈസിലി ഡിസ്പ്ലേ, പെട്ടെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. തേർഡ് വൺ, കീപ് ദ പ്രോഡക്റ്റ് ഫ്രഷ് ആൻഡ് ക്ലീൻ, പ്രോഡക്റ്റ് ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റും പാക്കിംഗ് മുഖാന്തരം. നാലാമത്തെ, സെൽഫ് അഡ്വർടൈസ്മെന്റ് ആണ്, സ്വയം അത് അഡ്വർടൈസ് ചെയ്യാൻ, ഇത് സൈലന്റ് സെയിൽസ്മാൻ ആണ്. മൂന്നാമത്തെ സി, അഡ്വാൻസ് ടു കൺസ്യൂമേഴ്സിനുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് വൺ, കൺവീനിയന്റ് ഹാൻഡ്ലിംഗ്, കൈകാര്യം ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യം. രണ്ടാമത്തെ, ലെസ് പോസിബിലിറ്റി ഓഫ് അഡൾട്രേഷൻ, അതിൽ മായം ചേർക്കാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. തേർഡ് വൺ, ഇൻഫർമേഷൻ റിഗാർഡിംഗ് യൂസ് ആൻഡ് അപ്കീപ്പ്, നമുക്ക് അതെങ്ങനെ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം, അതെങ്ങനെ അപ്കീപ്പ് ചെയ്യണം, അതിൻ്റെ ഇൻഫർമേഷൻസ് ആ പാക്കിങ്ങിൽ എഴുതിയിട്ടുണ്ടാവും. നാലാമത്തെ, ഈസി ഐഡന്റിഫിക്കേഷൻ, മറ്റേ പ്രോഡക്റ്റിന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഉപാധിയും കൂടിയാണ് പാക്കിംഗ്. താങ്ക് യു. പ്ലീസ് നോട്ട് ദിസ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ സ്ലൈഡുകൾ അപ്പം എഴുതി വെക്കുക. പിന്നെ അവസാനം എല്ലാം കൂടി ആകുമ്പോൾ ഓവർ ബർഡൻ ആവും, പരീക്ഷ സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഇത് അപ്പം തന്നെ അത് ബുക്കിൽ എന്തെങ്കിലും ഫീഡ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക്സ്.